സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ ഓപ്പറേഷൻ പാർപ്പിടം വിജിലൻസ് പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി വിജിലൻസ്. 45 ലക്ഷത്തോളം രൂപ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി കൈപ്പറ്റിയതായാണ് കണ്ടെത്തൽ. ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ഇടപാടുകളിൽ ഉദ്യോഗസ്ഥർ 45 ലക്ഷത്തോളം രൂപ അനധികൃതമായി കൈപ്പറ്റിയതായി കണ്ടെത്തിയത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ്, ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, അനധികൃത നിർമ്മാണങ്ങൾ എന്നിവയ്ക്ക് ഉദ്യോഗസ്ഥർ വഴിവിട്ട് സഹായങ്ങൾ ചെയ്തു നൽകിയതായാണ് കണ്ടെത്തൽ. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകൾ, 30 മുനിസിപ്പാലിറ്റികൾ, 25 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ ഒരേ സമയമായിരുന്നു റെയ്ഡ്. പല സ്ഥലങ്ങളിലും പരിശോധന അർദ്ധരാത്രി വരെ നീണ്ടു. അനുമതികൾ നൽകുന്നതിനായി കരാറുകാർ, ഏജന്റുമാർ എന്നിവർ മുഖേന ഉദ്യോഗസ്ഥർ 45 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയതായാണ് കണ്ടെത്തൽ. കുന്നംകുളം മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടനിലക്കാർ വഴി 21.5 ലക്ഷം രൂപ നിക്ഷേപിക്കപ്പെട്ടതായും കണ്ടെത്തി. കൊച്ചി കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിൽ കരാറുകാരിൽ നിന്നുള്ള ഓൺലൈൻ ഇടപാട് വഴി 12.69 ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയിട്ടുണ്ട്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ സർവേയറുടെ സ്വകാര്യ വാഹനത്തിൽ നിന്നും കണക്കിൽപ്പെടാത്ത 45,000 രൂപയും കണ്ടെത്തി. നെയ്യാറ്റിൻകര, വർക്കല മുനിസിപ്പാലിറ്റികളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച പരിശോധനകൾ തുടരും. അതേസമയം കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ നടത്തിയ പരിശോധനയ്ക്കെതിരെ ജീവനക്കാർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.